നിത്യനിരാമയ കാരുണ്യവാരിധേ ചിത്തത്തിൽ നിത്യം വസിച്ചിടണേ. നിത്യനിരാമയ കാരുണ്യവാരിധേ ചിത്തത്തിൽ നിത്യം വസിച്ചിടണേ. നിത്യം നമിപ്പിത കൂപ്പുകയോടുമായി സത്യസ്വരൂപനാം നിന്നെന്നും. നിത്യം നമിപ്പിത കൂപ്പുകയോടുമായി സത്യസ്വരൂപനാം നിന്നെന്നും. നിത്യനിരാമയ കാരുണ്യവാരിധേ ചിത്തത്തിൽ നിത്യം വസിച്ചിടണേ. അന്തിമേഘത്തിലും ചെന്താമരയിലും ചന്തം തുളുമ്പുന്ന ചൈതന്യമേ, നേർവഴി കാട്ടണമെന്നുമീ ഞങ്ങൾക്കായി വെളിച്ചം തെളിച്ചിടണേ. നിത്യനിരാമയ കാരുണ്യവാരിധേ ചിത്തത്തിൽ നിത്യം വസിച്ചിടണേ. ബഹുമാനിപ്പെട്ട സുന്ദരേശൻ മാഷ്, ആദരണീയരായ ശ്രോതാക്കളെ, TVSRC ഗ്രൂപ്പ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ തരം പാഠന സെഷനുകളുടെ അടുത്തായി ആരംഭിക്കുന്നത് ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള ശ്രീരുദ്ര പഠനമാണ്. അതോടനുബന്ധിച്ചിട്ടുള്ള ഈ സെഷൻ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു മുഖവുരയുമാണ്. മഹത്തായ പഠനത്തിന് മുന്നോടിയായി അതിൻ്റെ ആഴത്തിലും വൈദികവും ദാർശനികവുമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ വിശദീകരിക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ഈ വിഷയത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഗുരുവര്യനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ TVSRC ഉപനിഷത്ത് പഠനങ്ങളിലൂടെ നമുക്ക് പരിചിതനായിട്ടുള്ള ചിന്തകനും പണ്ഡിതനുമായിട്ടുള്ള കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം റിട്ടയർഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റുമായിരുന്നിട്ടുള്ള പ്രൊഫസർ സുന്ദരേശ്വരൻ സാറാണ്. സാറിനെ ഒരു 2 മിനിറ്റ് വീണ്ടും പരിചയപ്പെടുത്താൻ വളരെ സന്തോഷമുണ്ട്. സുന്ദരേശൻ മാഷ് വലിയൊരു അക്കാദമിക് യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള ആളാണ്. 1987 MA സംസ്കൃതം സാഹിത്യത്തിൽ 1ാം റാങ്ക്, UGC JRF പുരസ്കാരം, വിക്രം കാളിദാസ് പുരസ്കാരം തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ തത്വചിന്ത, വേദഗണിത സാഹിത്യം തുടങ്ങിയെല്ലാം അദ്ദേഹത്തിന്റെ പഠന മേഖലകളാണ്. ശതരുദ്രീയത്തിന് ഭാഷ്യം ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. എല്ലാം പറയുകയാണെങ്കിൽ കുറെ നേരം എടുക്കും. ഇത് കാരണം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ നമസ്കരിക്കാൻ മാത്രമേ പറ്റൂ. ഔദ്യോഗിക സേവനകാലത്ത് കാലിക്കറ്റ് സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം അധ്യക്ഷനായിട്ടും സെനറ്റ് അംഗമായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാരതത്തിലുള്ള വിവിധ സർവകലാശാലകളിലെ അക്കാദമിക് സമിതികളിലെ അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ശ്രീരുദ്രം പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിലുള്ള ഈ ആമുഖ സെഷൻ 2 ആഴ്ച നീണ്ടിരിക്കും, ഇന്നും അടുത്ത ആഴ്ചയും. അതിന് ശേഷം നമ്മുടെ ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീരുദ്ര പഠനം ആരംഭിക്കുന്നതാണ്. കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രീരുദ്രത്തിന് യജുർവേദ പണ്ഡിതനും ശതരുദ്രേയം രാജലക്ഷ്മി എന്ന ഭാഷാ വ്യാഖ്യാനവും രചിച്ചിട്ടുള്ള ആളുമായിട്ടുള്ള സുന്ദരേശൻ മാഷ്ടെ ഇന്നും അടുത്ത ആഴ്ചയും ആയിട്ടുള്ള 2 പ്രഭാഷണങ്ങൾ ഈ പഠനത്തിന് ശക്തമായ അടിത്തറ നൽകും എന്ന് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുസ്ഥാനീയനായിട്ടുള്ള പ്രൊഫസർ NK സുന്ദരേശൻ മാഷെ ഈ സദസ്സിലേക്ക് പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ജടാകടാഹ സംഭ്രമഭ്രമൻ നിലിംപ നിർഝരീ വിലോല ബീചിവല്ലരീ വിരാജമാനമുദ്ധനി
ധഗത് ധഗത് ധഗജ്വല ലലാടപട്ടപാവകേ കിശോരചന്ദ്രശേഖരേ രതി പ്രതിക്ഷണം മമ. ഭസിതകവചിതാനാം ബദ്ധരുദ്രാക്ഷദാംനാം അമൃതകിരണമൂലേ രംഘ്രിമൂലേ സ്ഥിതാനാം പ്രതിദിന ശതരുദ്രപ്രശ്ന ശുദ്ധാശയാനാം അമരപതിനുതാനാമസ്മി ദാസാനുദാസഃ. വളരെ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളോടുകൂടി ഭാവത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. മഹാകവി കാളിദാസൻ കുമാരസംഭവത്തില് ഒരു പദ്യം, ആ പദ്യത്തില് പാർവതിയുടെ സമ്മിശ്ര വികാരങ്ങൾ വർണ്ണിച്ചിരിക്കുകയാണ്. അതായത് പാർവതി തപസ് ചെയ്ത് പരമേശ്വരനെ ജയിച്ചു, വിവാഹം നിശ്ചയിച്ചു. വിവാഹത്തിന് 2-3 ദിവസമുണ്ട്. വിവാഹ തലേന്ന് വിവാഹത്തിന് വേണ്ടി വധുവിനെ പല അലങ്കാരങ്ങളും അണിയിക്കുന്ന തോഴിമാരും പാർവതിയും തമ്മിലുള്ള ഒരു സംഭാഷണം വർണ്ണിക്കുകയാണ്. അപ്പോ പാർവതിക്ക് കാലില് നല്ല ഇത് കളർ കൊടുക്കാൻ വേണ്ടി ചെമ്പഞ്ഞി ചാറ് പൂശിക്കൊണ്ട് കൂട്ടുകാരി തോഴി പാർവതിയോട് പറഞ്ഞു, ഞാൻ ഈ ചെമ്പഞ്ചി ചാറ് പൂശുന്ന ഈ കാലുണ്ടല്ലോ, ഇതുകൊണ്ട് നാളെ ഭഗവാൻ പരമേശ്വരന്റെ തലയിലുള്ള ആ അമ്പിളിക്കലയുണ്ടല്ലോ, അതിനൊരു തൊഴി കൊടുക്കണം. പത്യുശിരസ്തന്ത്രകലാമനേന സ്പൃശേതി സഖ്യ പരിഹാസപൂർവം സാ രഞ്ജയിത്വാ ചരണവും കൃതാശീഹി. ഇങ്ങനെ ചെമ്പഞ്ഞിച്ചാറ് പൂശി ഇങ്ങനെ ഒരു കളി പോലെയോ ഒരു അനുഗ്രഹം പോലെയോ ആശിസ് പോലെയോ തോഴി പറഞ്ഞപ്പോ പാർവതിയുടെ പ്രതികരണം എന്തായിരുന്നു? കാളിദാസൻ പറയാണ്, മാല്യേനതാം നിർവചനം ജഘാമ. കയ്യിൽ ഒരു ചെറിയ പൂമാലയുടെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു പാർവതിയുടെ. അതുകൊണ്ട് ആ തോഴിയെ ചെറുതായിട്ടൊന്ന് അടിച്ചു. വലിയ പ്രഹാരമൊന്നുമല്ല, പൂമാല കൊണ്ടാണ് അടിക്കുന്നത്. എങ്ങനെയാ, എന്തെങ്കിലും പറഞ്ഞോ? നിർവചനം ജഘാന. ഒരക്ഷരം ഉരിയാടിയില്ല. ഇടത് കൈ കൊണ്ട് ഈ പൂമാലയുടെ ഒരു കഷ്ണം കൊണ്ട് ആ തോഴിയെ അടിച്ചു. അപ്പൊ ഇതിന്ന് എന്താണ് നല്ല രസികന്മാർക്ക് മനസ്സിലാവുക എന്ന് ചോദിച്ചാൽ, വല്ലാത്ത നാണുണ്ടായി, ലജ്ജയുണ്ടായി പാർവതിക്ക് എന്നാണ്. ലജ്ജ ഉണ്ടായതിന് കാരണം എന്താ ചോദിച്ചാൽ, പരമേശ്വരനോട് ഭക്ത്യാദരങ്ങള്, പരമപ്രീതി ഉണ്ട്. അത് മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഭാവങ്ങള്, സമ്മിശ്ര വികാരങ്ങൾ ഒന്നിച്ച്, അതൊന്നും പറഞ്ഞിട്ടില്ല കാളിദാസൻ. പക്ഷെ ഈ ഒരു ചെറിയൊരു വാക്കുകൊണ്ട്, പൂമാല കൊണ്ട് ഒന്നും ഉരിയാടാതെ അടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സമ്മിശ്ര വികാരങ്ങള്? ഭഗവാൻ പരമേശ്വരൻ ലോകമെല്ലാം വിറയ്ക്കുന്ന ആളാണ്, പേടിക്കുന്ന ആളാണ്. അത് ഘോരമൂർത്തിയാണ്, മംഗളസ്വരൂപിയാണ്, അലക്ഷ്യതനുവാണ്. അദ്ദേഹത്തെ തപസ്സുകൊണ്ട് നേടിയിരിക്കുകയാണ്. നാളെ അദ്ദേഹവുമായിട്ട് സംഗമം ഉണ്ടാവുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് അതോർത്തിട്ട് ഒരു വശത്ത് പേടി, ഒരു വശത്ത് വല്ലാത്തൊരു സന്തോഷം, ഒരു വശത്ത് എങ്ങനെയായിരിക്കും അദ്ദേഹം പെരുമാറുക, ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കൗതുകം, ഒരു വശത്ത് ഉത്കണ്ഠ. ഇതെല്ലാം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ്. ഈ ഭാവങ്ങളെല്ലാം, മിന്നിമറയുന്ന ഈ ഭാവങ്ങളെല്ലാം പറയാതെ കാളിദാസൻ പറഞ്ഞിരിക്കുന്നു. ഇതെന്താ, കുമാരസംഭവം ക്ലാസ്സാണോ അതോ ശതരുദ്രിയാണോ എന്ന് ചോദിച്ചാൽ എന്റെ അവസ്ഥ പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് ഒരുപാട് ഭാവങ്ങൾ പാർവതിയുടെ മനസ്സിലും മുഖത്തിലും മിന്നിമറഞ്ഞ ഭാവങ്ങൾ, അതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞത്. ഇതുപോലെ എൻ്റെ മനസ്സിലും മുഖത്തിൽ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല.
മനസ്സിലൊക്കെ ഒരുപാട് ഭാവങ്ങളുണ്ട്. അതായത് ഒന്ന്, വലിയ സന്തോഷം, ആനന്ദാതിരേകം എന്ന് തന്നെ പറയണം. അതായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വേദം വേണ്ട സമയത്ത് അതിന് അധികാരമുള്ള ആളിൽ നിന്നും വേണ്ട തരത്തില് മനസ്സിലാക്കാൻ കഴിയുക. ആ വേദത്തിൽ തന്നെ വേദത്തിന്റെ സാരമായിട്ടുള്ള പഞ്ചാക്ഷര മഹാമന്ത്ര സംപുടിതമായിരിക്കുന്ന ശ്രീരുദ്ര മന്ത്രം അത് വേണ്ട സമയത്ത് ഗർഭാഷ്ടമത്തിൽ ഉപനയിച്ച് അച്ഛൻ തന്നെ ഗുരുസ്ഥാനത്തിൽ നിന്ന് അത് വേണ്ട തരത്തില് ചൊല്ലിക്കുക, ഉപദേശിക്കുക. ഒരു നിസ്സാര സംഭവമല്ല, ആർക്കും കിട്ടില്ല. ഭാഗ്യ ആതിരേകം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അത് ഒരു പൊതുവേദിയിൽ വെച്ച് ആ സന്തോഷം പങ്കിടാൻ, പലരുമായിട്ടും പങ്കിടാനുള്ള ഒരു അവസരം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആനന്ദ തള്ളിച്ച തന്നെയാണ്. അതൊരു വശത്തുണ്ട്. മറ്റൊരു വശത്ത് ഭയാശങ്കകൾ ധാരാളമായിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ആശങ്ക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീരുദ്ര മന്ത്രം എന്നൊക്കെ വെറുതെ നെറ്റിൽ പോയിട്ടോ ഗൂഗിൾ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലോ പോയി ശതരുദ്രിയെന്നോ ശ്രീരുദ്രമെന്നോ രുദ്രമെന്നോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എത്രയാ യൂട്യൂബിൽ ടോക്കുകള്, ക്ലാസ്സുകള്, പ്രഭാഷണങ്ങള്, പ്രബന്ധങ്ങള്, വിവരണങ്ങള് ഒരുപാടുണ്ട്. ഇംഗ്ലീഷിലും മറ്റു പല ഭാഷകളിലും. അപ്പൊ ഇത് എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. ശ്രീരുദ്രമന്ത്രം എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലാവരും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു മഹാമന്ത്രത്തെ കുറിച്ച് അതിന്റെ പല വശങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ എന്ത് പറയും, എങ്ങനെ പറയും എന്നുള്ളതാണ് ഒരു ചെറിയ ആശങ്ക. അതിനേക്കാളും വലിയൊരു ആശങ്ക എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പരിപാടിക്ക് TVSRC മുതിരുമ്പോ അതിൽ പലരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അറിയുന്നവരുണ്ടാവും. അവരൊക്കെ ഇതിൽ കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ എന്നോട് സംസാരിച്ച പ്രൊഫസർ V രാമകൃഷ്ണ ഭട്ട് സാർ പണ്ഡിതനാണ്, നല്ലപോലെ ഓർത്തുണ്ട്, ഇജസ് മുഴുവൻ ചൊല്ലിയിട്ടുണ്ട്, 2-3 ശാസ്ത്രങ്ങൾ കയ്യിലുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ മുമ്പിൽ വന്നിരിക്കുമ്പോ എന്താണ് പറയുക? തീർന്നില്ല. ഇതുപോലെ അല്ലല്ലോ, മറ്റു പലരുണ്ട്, പല തട്ടിലുള്ള ആളുകളും വന്നിട്ടുണ്ട്. ഒന്നും അറിയാത്തവരും ചിലപ്പോൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാലും ശതരുദ്ര വളരെ പോപ്പുലർ ആണ്, യൂട്യൂബിൽ കാണും, ഏത് സെർച്ച് എഞ്ചിനിലും കാണും എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയൊന്നും അതിനെ മനസ്സിലാക്കാനൊന്നും അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോ ഇത് നല്ല ക്ലാസ് ആയിരിക്കും, ഈ വിദ്വാൻ എന്തെങ്കിലും പറയും എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ പരിചയപ്പെടുത്താൻ കൂടി കഴിഞ്ഞപ്പോ പലർക്കും പല പ്രതീക്ഷകളും ഉണ്ടാവും, എന്തോ വലിയ സംഭവമാണെന്ന്. അപ്പൊ അങ്ങനെ പല തട്ടിലുള്ളവര്, അതായത് ഒന്നും അറിയാത്തവര്, ചിലപ്പോ കുറച്ച് കാര്യങ്ങൾ അറിയുന്നവര്, ചിലപ്പോ ഇയാൾ എന്താ പറയുക എന്നുള്ള അറിയാനുള്ള ഒരു ജിജ്ഞാസയും കൗതുകവും, ഇയാൾക്ക് ശരിക്കും വിഷയം അറിയുമോ എന്നുള്ള ഭാവത്തിലും ചിലർ കയറി ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അങ്ങനെ പല തട്ടിലുള്ളവര്. തീർന്നില്ല ആശങ്ക. ഈ മഹാമന്ത്രത്തെ പരമരഹസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഈ മഹാമന്ത്രത്തെ പൊതു വേദിയില് ആനന്ദാതിരേകം എന്നൊക്കെ പറഞ്ഞാലും സംസാരിക്കാൻ ഇപ്പോ തുനിഞ്ഞു എന്നുള്ളത് ഇത് വല്ലാത്ത ആശങ്ക ഉളവാക്കുന്നുണ്ട്. കാരണം പരമ്പര, ഇതിനെ നമ്മുടെ പാരമ്പര്യം വേദത്തെ തന്നെ വല്ലാതെ ക്ലേശിച്ച് കിണഞ്ഞ് പരിശ്രമിച്ച് അത് എങ്ങനെയാണോ അവർക്ക് കിട്ടിയത് അത് അത്തരത്തിൽ തന്നെ കടുകിട മാറാതെ സംരക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത വലിയൊരു പാരമ്പര്യമുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. അവർക്ക് പല നിർബന്ധങ്ങളും ഉണ്ട്, പല ശീലങ്ങളും ഉണ്ട്, പല ചിട്ടവട്ടങ്ങളും ഉണ്ട്, നിയമങ്ങളുണ്ട്. അതൊന്നും തെറ്റിക്കാതെയാണ് അവർ കൊണ്ടു നടന്നിരുന്നത്. അതിനെ ഇപ്പോ പൊതുവേദിയിൽ സംസാരിക്കാൻ പുറപ്പെടുക, അതിന് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വലിയ സംശയമാണ്. ഇതൊക്കെ പുസ്തകം എഴുതുന്നതൊക്കെ ആരും ചെയ്യും? UGC ശമ്പളവും കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അധ്യാപനം ഒന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ പുസ്തകം എഴുതാൻ നിലയ്ക്കല് പ്രൊമോഷൻ കിട്ടുമോ? പലരും എഴുതും, പ്രബന്ധങ്ങൾ എഴുതും, പുസ്തകം എഴുതും. പക്ഷേ ഒരു സഭയിൽ വെച്ച് അഭിജ്ഞന്മാരുടെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹസം തന്നെയാണ്. ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷം കൂടിയുണ്ട്. അതായത് നമ്മളെന്ന് വെച്ചാൽ ഈ വ്യക്തി
ഈ വിഷയത്തില് ആവേശം കൊള്ളുകയും താല്പര്യം കാണിക്കുകയും അഭിനിവേശം കാണിക്കുകയും അതിൽ പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്തതിനെ പൊതുജനം അംഗീകരിക്കുന്നു എന്നതും, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ വളരെയധികം ജിജ്ഞാസയോടുകൂടി വരുന്ന ആളുകൾക്ക് പകർന്നു നൽകുക എന്നുള്ളത്, അധികാര ചിന്തയൊക്കെ അവിടെ ഇരിക്കട്ടെ. അധികാര ചിന്തയിൽ നോക്കിയാൽ നമ്മൾ ജീവിക്കുന്ന ഓരോ ക്ഷണവും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങള് താണ്ഡവമാടുമ്പോ ഈ അധികാര ചിന്തയൊക്കെ ആലോചിച്ച പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള വികാരങ്ങളോട് കൂടിയിട്ടാണ്. പക്ഷെ മുന്നിട്ട് നിൽക്കുന്നത് സന്തോഷവും അഭിമാനവും തന്നെയാണ്, സംശയമില്ല. അപ്പോ ഈ ശ്രീരുദ്ര മന്ത്രം, ശതരുദ്രീയ മന്ത്രം, അതിനെക്കുറിച്ച് അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും പറയുക എന്നുള്ളതാണ് വിഷയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ശ്രീരുദ്ര മന്ത്രം തന്നെ പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ ഉള്ള ഒരുക്കമാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഈ മഹാമന്ത്രത്തെക്കുറിച്ച്, ഈ ശതരുദ്രീയം അല്ലെങ്കിൽ ശ്രീരുദ്രം എന്ന മന്ത്രത്തെക്കുറിച്ച് സാമാന്യമായിട്ട് ഈ പഠിതാക്കൾക്കും അല്ലാത്തവർക്കും ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ട് ചിലത് പറയുക, ചിലത് പകർന്നു നൽകുക എന്നുള്ളതാണ്, ചിലത് ചിന്തന ചെയ്യുക, വിചാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ശതരുദ്രീയം, 2 പേര് 3 പേര് പറഞ്ഞല്ലോ. അപ്പോ ശതരുദ്രീയം, ശ്രീരുദ്രം, മമകം. എന്താണ് വാസ്തവത്തിലെ പേര്? ഇത് വേദത്തിലെ ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിന് മൊത്തത്തില് കൃഷ്ണയജുർവേദത്തില് തൈത്തിരീയ ശാഖയില് ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രപാഠകം എന്നൊക്കെയാണ് അധ്യായത്തിന്റെ പേര് പറയുക. അതിന്റെ പേര് ശതരുദ്രീയം. 100 കണക്കിന് രുദ്രന്മാരെ കുറിച്ച് പറയുന്ന മഹാമന്ത്രം. 100 എന്നുള്ളത് 100 അല്ല, നമ്മുടെ 100, 99 കഴിഞ്ഞ് വരുന്ന സംഖ്യ അങ്ങനെയല്ല. ശതം എന്ന് പറഞ്ഞാൽ 100 എന്ന് വെച്ചാൽ അനവധി, അനന്തമായിട്ട് പലതരം ഭാവങ്ങളുള്ള രുദ്രനെ സഹസ്രം ആണ്. ആയിരക്കണക്കിന് രുദ്രന്മാരുണ്ട് അത്രേ ഈ ഭൂമിയിലും ദ്യോവിലും. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരിക്ഷേ യേ ദിവി. അന്തരിക്ഷ ലോകത്തിലും ദ്വിലോകത്തിലും പൃഥ്വി ലോകത്തിലൊക്കെ ആയിരക്കണക്കിന് അസംഖ്യം രുദ്രന്മാര്, അസംഖ്യാത സഹസ്രാണി എന്നൊക്കെയാണ് വേദം പലതരത്തിൽ പറയുക. അപ്പോ ഇതൊരർത്ഥം. അനന്തം രുദ്രന്മാരെ പ്രകീർത്തിക്കുന്ന മന്ത്രഭാഗം. മറ്റൊരർത്ഥം 100 ശാഖകളിലുള്ള യജുർവേദത്തില് എല്ലാ ശാഖകളിലും രുദ്രോപനിഷത്ത് പഠിക്കപ്പെട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ രുദ്രോപനിഷത്ത് ഉള്ളടങ്ങുന്നു. എന്നുവെച്ചാൽ ശതരുദ്രീയം എന്നാണ് നമ്മൾ പറയുന്ന മന്ത്രം ഉള്ളടങ്ങുന്നു. അപ്പൊ 100 കണക്കിന് 100 ശാഖകളുള്ള കൃഷ്ണ യജുർവേദത്തിലെ യജുർവേദത്തിലെ എല്ലാ ശാഖകളിലും ഈ മന്ത്രമുണ്ട്, ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ. അങ്ങനെ അതിന് ശതരുദ്രീയം പേരുണ്ട്. വ്യാകരണം അറിയുന്നവരൊക്കെ ശതരുദ്രീയം എന്നും പറയാം, ശതരുദ്രീയം എന്നും പറയാം, അങ്ങനെയൊക്കെ പറയും. ഇരിക്കട്ടെ. ഇനി വേറൊരു പേര് പറഞ്ഞത് ശ്രീരുദ്രം, രുദ്രമന്ത്രം. ഇത് വാസ്തവത്തില് അങ്ങനെയാണ് പ്രസിദ്ധി. പ്രത്യേകിച്ച് മലയാളത്തില് നമ്പൂതിരിമാരുടെ ഇടയിലൊക്കെ ശതരുദ്രീയം എന്നൊന്നും പറയാറില്ല, ശ്രീരുദ്രം. പുറത്തും അതെ, രുദ്രം എന്ന പേര് വളരെ പോപ്പുലർ ആയിട്ടുള്ള പേര്. ശതരുദ്രീയം എന്ന് വളരെ സാങ്കേതികമായിട്ട് അറിവുള്ളവർ പറയുന്ന പേരാണ്. ഈ രുദ്രം എന്ന് പറഞ്ഞാൽ രുദ്രനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന മന്ത്രം എന്നെടുക്കാം. അതല്ലാതെ വേറൊരു അർത്ഥമുണ്ട്, അതിന് ഒരു സാങ്കേതികമായ ഒരു അർത്ഥമുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന ഈ ശതരുദ്രീയം എന്നുള്ള ഒരു അനുഭാഗം, ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് തൈത്തിരീയ യജുർവേദത്തിലെ തൈത്തിരീയ ശാഖയിലെ 7 കാണ്ഡായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് 4ാമത്തെ കാണ്ഡത്തിലെ 5ാമത്തെ അധ്യായം പ്രപാഠകം, പ്രശ്നം, അതിനെയാണ് നമ്മൾ ശതരുദ്രീയം എന്ന് വിളിക്കുന്നത്. ഈ ശതരുദ്രീയം എന്ന മന്ത്രം
11 തവണ ചൊല്ലിയിട്ട് ഓരോ തവണ ചൊല്ലുമ്പോഴും അതിൻ്റെ അവസാനത്തിൽ വേറൊരു മന്ത്രത്തിൻ്റെ ഓരോ ഖണ്ഡം ചേർത്ത് പറയുക. അതായത് ഒരു ശതരുദ്ധിയും ജപിച്ചിട്ട് അടുത്ത ഒരു മന്ത്രമുണ്ട്, ചമകം, ഒരു 11 അനുഭാഗങ്ങൾ, 11 ഖണ്ഡങ്ങളുള്ള ഒരു അനുഭാഗമുണ്ട്, ഒരു അധ്യായമുണ്ട് അടുത്ത് തന്നെ, 7ാമത്തെ അധ്യായം. ഇതിപ്പോൾ 5ാമത്തതാണ് ശതരുദ്ധിയമെങ്കിൽ 7ാമത്തെ അധ്യായം എന്താണ്? ചമകം. ചമകവും മറ്റു ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ചമകമുണ്ട്. അപ്പൊ ചമകത്തിൽ 11 ഖണ്ഡങ്ങളുണ്ട്. ഒരു തവണ ഈ ശതരുദ്രിയം അല്ലെങ്കിൽ രുദ്രം എന്ന് നമ്മൾ സാധാരണ വ്യവഹരിക്കാറുള്ള അധ്യായം ചൊല്ലുക, എന്നിട്ട് ചമകത്തിലെ 1ാമത്തെ ഖണ്ഡം ചൊല്ലുക. 2ാമത്തെ തവണ വീണ്ടും രുദ്രമന്ത്രം മുഴുവനായിട്ട് ചൊല്ലുക, എന്നിട്ട് ചമകത്തിലെ 2ാമത്തെ ഖണ്ഡം ചൊല്ലുക. ഇങ്ങനെ 11 തവണ ശതരുദ്രീയ മന്ത്രവും ഒരു തവണ ചമകവും, ഇങ്ങനെ ഈ കോമ്പിനേഷനിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതാണത്രേ പേര് രുദ്രം, അല്ലെങ്കിൽ രുദ്രി. രുദ്രി എന്നും പറയും, രുദ്രം എന്ന് പറയും. രുദ്രിയില്ല, രുദ്രം എന്നേ പറയുള്ളൂ. ഇത് 11 തവണ ആവർത്തിച്ചാൽ അതിനാണ് രുദ്രി എന്ന് പേര്. അപ്പോൾ രുദ്രം എന്ന് വെച്ചാൽ ശതരുദ്രീയ മഹാമന്ത്രം 11 തവണ ചൊല്ലണം, കൂട്ടത്തിൽ ചമകത്തിന്റെ ഓരോ ഖണ്ഡവും ചേർത്ത് ഒരു തവണ ചമകവും ചൊല്ലിയിരിക്കണം. ഇതിന് എന്താ പേര്? രുദ്രം. ഇത് 11 തവണ ഇതുപോലെ ആവർത്തിച്ചാൽ 11 പേരായിട്ട് ചൊല്ലുക, അല്ലെങ്കിൽ 11 തവണ ഒരാൾ തന്നെ ചൊല്ലുക, അങ്ങനെ ചെയ്താൽ അതിനെന്താ പേര്? രുദ്രി. അപ്പൊ അങ്ങനെ സാങ്കേതികമായിട്ട് ഒരു അർത്ഥമുണ്ട്. അതായത് ഒരു ചാപ്റ്ററിന്റെ പേരല്ല, ഇനിയോ ഒരു ചാപ്റ്ററിലെ മന്ത്രവും അത് 11 തവണ ആവർത്തിക്കലും, അതിന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന വേറൊരു ചാപ്റ്ററിലെ ഒരു 11 അനുഭാഗങ്ങളുള്ള ഓരോ അനുഭാഗവും ഇതിന്റെ ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അപ്പൊ രുദ്രാവോ? അതിനെയാണോ രുദ്രം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ പോരാ, ഒന്നുകൂടി ചേർക്കേണ്ടി വരും. എന്താണ് ചേർക്കേണ്ടി വരിക ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു മഹാമന്ത്രമാണ്. മഹാമന്ത്രത്തിന്റെ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതിലേക്ക് വരാം. മഹാമന്ത്രങ്ങളാവുമ്പോൾ അത് വളരെ രഹസ്യമായിരിക്കും. രഹസ്യമായിരിക്കണം എന്ന് മാത്രമല്ല, അത് എക്സ്പ്ലോസീവ് പോലെയാണ്, സ്ഫോടനാത്മകമായിട്ടുള്ള ശക്തി, ഊർജം ഉൾക്കൊള്ളുന്നതാണ്. ഉഗ്രപ്രഹരണ ശേഷിയുള്ള ആയുധത്തെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ, എക്സ്പ്ലോസീവ് ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ, നമ്മൾ കൊണ്ടു നടന്നാലും ശരി, പരിശോധിക്കാനായിട്ട് നമ്മൾ ചെന്നാലും ശരി, എന്ത് ചെയ്താലും സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ ഇത് നമുക്ക് വലിയ അനർത്ഥം വരുത്തി വയ്ക്കും. അപ്പൊ ഇത് വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനൊക്കെ ചില ചിട്ടകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ചിലതൊക്കെ മുമ്പിൽ ജപിച്ച് നമ്മൾ സാധകൻ അതിൻ്റെ ഒരു ലെവലിലേക്ക് ഉയരണം, ന്യാസം ചെയ്യണം എന്ന് പറയും. അപ്പൊ ചെറിയ മന്ത്രങ്ങൾക്കൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഏത് മന്ത്രമാണെങ്കിലും സുദർശന മന്ത്രം, അല്ലെങ്കിൽ ബാലാമന്ത്രം, അല്ലെങ്കിൽ പഞ്ചദശാക്ഷരം, ഷോഡശാക്ഷരം, എല്ലാറ്റിനും മഹാമന്ത്രങ്ങൾക്കൊക്കെ എന്തുണ്ട്? ചില ന്യാസങ്ങൾ. അതിനു മുമ്പ് ജപിച്ച് നമ്മളത് ശക്തി വരുത്തണം. പുരസ്കരണം എന്നൊക്കെ പറയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. അപ്പൊ ഇത് ഈ മഹാമന്ത്രങ്ങൾക്ക് അതിന് മുമ്പ് നമ്മളുടെ ശരീരം മനസ്സും അതിനെ സന്നദ്ധമാക്കാൻ വേണ്ടി വേദമന്ത്രങ്ങളെ കൊണ്ട് തന്നെ പല ശരീരഭാഗങ്ങളിലും പല വേദമന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ ധ്യാനിച്ച് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരു പാകത്തിലാക്കിയിട്ട് ഈ മന്ത്രം കൈകാര്യം ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി, ഒരു അധികാരം ഉണ്ടാക്കിയെടുത്ത ശേഷം പിന്നെ ഈ മന്ത്രം പലതവണ ഉരുക്കഴിച്ച് അതിൻ്റെ ശക്തി നമ്മൾ ഉൾക്കൊള്ളണം. ഇങ്ങനെ സാധാരണ എല്ലാ മന്ത്രങ്ങൾക്കും ഉണ്ട്. ചില മന്ത്രങ്ങൾക്ക് വലിയ ന്യാസമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ശതരുദ്രീയത്തിൽ നിന്ന് വേറൊരു ഉദാഹരണം കാണിക്കാം. നമ്മൾ ദേവീ മഹാത്മ്യം എന്ന് പറയാറുണ്ടല്ലോ, ഒരു സ്തോത്രമാണ്, പക്ഷെ അത് മഹാമന്ത്രമാണ്. സപ്തശതി എന്നാണ് പറയാ, ദുർഗാ സപ്തശതി. കേരളത്തിന് പുറത്തൊക്കെ സപ്തശതി എന്നേ പറയുള്ളൂ. ബംഗാളിലൊക്കെ പോയാൽ ചണ്ഡി എന്ന് പറയും. അത് മഹാമന്ത്രമാണ്. നമ്മൾ സ്തോത്രമാണെന്നൊക്കെ വിചാരിച്ച് എപ്പോഴും ചൊല്ലാം, നമുക്ക് ഏത് ശ്ലോകം എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് വേണ്ട തരത്തിൽ ഉപദേശം വാങ്ങി ന്യാസം ചെയ്ത്, ഇതിന് ഒരുപാട് വലിയ ന്യാസമുണ്ട്. ഒരുപാട് മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു ശുദ്ധീകരണ പ്രക്രിയയും മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. വളരെ വിസ്തീർണമായിട്ടുള്ള ന്യാസമുണ്ട്. അതേപോലെ ഈ രുദ്രത്തിനും എന്തുണ്ട്? ശതരുദ്രീയ മന്ത്രത്തിന് വലിയ ന്യാസമുണ്ട്. ആ ശതരുദ്രീയ മന്ത്രത്തിനുള്ള ന്യാസം മുഴുവൻ ചൊല്ലി
അതിനുശേഷം ഈ പറഞ്ഞ പോലെ 11 തവണ ശതരുദ്രിയം ചൊല്ലി ഓരോന്ന് കഴിയുമ്പോഴും ചമകത്തിലെ ഓരോ അനുവാദം ചൊല്ലി അങ്ങനെ ചെയ്താൽ ഷഡംഗ ഏകാദശി രുദ്ര. അതായത് ഈ ന്യാസത്തിന് 6 അംഗങ്ങളുണ്ട്. ബൗദ്ധായന മഹർഷി തന്റെ ഗൃഹ്യസൂത്രത്തില് ശതരുദ്രിയ മഹാമന്ത്രത്തിന് വലിയ ന്യാസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. മഹാന്യാസമാണത്. അതിൽ 6 അംഗങ്ങളുണ്ട്. ഈ 6 അംഗങ്ങളോട് കൂടിയ മഹാന്യാസം ചൊല്ലി ശുദ്ധി വരുത്തി ശരീരവും മനസ്സും പാകപ്പെടുത്തി അതിനുശേഷം ഈ മഹാമന്ത്രത്തെ വേണ്ട തരത്തില് ഉച്ചരിക്കണം. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ഈ വിഷയത്തിലാണെന്നാണ്. ഇരിക്കട്ടെ, എത്രത്തോളം എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും. അപ്പൊ ഇതിനാണ് രുദ്രം എന്ന് പറയുന്നത്. അപ്പൊ ശതരുദ്രിയം എന്നൊരു പേര്, രുദ്രം എന്നൊരു പേര്. പക്ഷെ രുദ്രം എന്നുള്ളതിന് സാങ്കേതികമായി ഇങ്ങനൊരർത്ഥം കൂടിയുണ്ട്. ഇത് വെച്ചുകൊണ്ടാണ് രുദ്രേകാദശി, മഹാരുദ്രം, അതിരുദ്രം തുടങ്ങിയിട്ടുള്ള പൂജകള് അല്ലെങ്കിൽ ചടങ്ങുകള്, റിച്വൽസ് നമ്മൾ കേൾക്കാറുണ്ട്, അമ്പലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. കേരളത്തിലുണ്ട്, പരദേശത്തിലുണ്ട്. ഒരുപാട് കൊട്ടിഘോഷിച്ച് ഒരുപാട് ഫാഷനബിൾ ആയിട്ട് നടത്തും, ഗംഭീരായിട്ട്. ഇന്നലെ ശ്രീരുദ്രം പഠിക്കാൻ തുടങ്ങിയ ആളൊക്കെ അവിടെ വന്നിട്ട് വലിയ ആളായിട്ട് ചൊല്ലും. എന്താ ഫലം ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. ഇത് മഹാമന്ത്രമാണ്. സ്ഫോടനാത്മകമായിട്ടുള്ള ഊർജം ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഓർത്തു നോക്കിക്കോളൂ. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ഞാൻ എന്തിനാ ഇപ്പൊ അത് പറഞ്ഞത്? ശതരുദ്രിയ മന്ത്രത്തെ രുദ്രം എന്ന് സാധാരണ പറയും, പക്ഷെ അതിന് വേറൊരു സാങ്കേതികമായിട്ടുള്ള ഒരു ഇതുകൂടിയുണ്ട്. വെറും ശതരുദ്രിയ മന്ത്രത്തെ ആ അധ്യായം ഒരു തവണ ആവർത്തിച്ചാൽ അതിന് രുദ്രം എന്ന് പേരില്ല. അതിന്റെ മഹാന്യാസവും ചൊല്ലിയിട്ട് 11 തവണ ശതരുദ്രിയം ജപിച്ച് ഓരോ തവണ കഴിയുമ്പോഴും ചമകത്തിലെ ഓരോ ഖണ്ഡങ്ങളും ചേർത്ത് ജപിച്ചാൽ, വേണ്ട തരത്തില് അതിന് അധികാരമുള്ള ആളുകൾ ജപിച്ചു കഴിഞ്ഞാൽ അതിന് രുദ്രം എന്ന് പേര്. അതുപോലെ രുദ്രി അല്ലെങ്കിൽ രുദ്രേകാദശി, പിന്നെ മഹാരുദ്രം, അതിരുദ്രം എന്നൊക്കെ ജപമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഹോമവും പൂജയൊക്കെ വരും. അത് പോട്ടെ, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഇത്രയും തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഇപ്പൊ വിചാരം ചെയ്യുന്ന മന്ത്രത്തിന് 3 പേരുണ്ട്: ശതരുദ്രീയം, ശ്രീരുദ്രം അല്ലെങ്കിൽ രുദ്രം, മറ്റൊന്ന് പറഞ്ഞിട്ടില്ല, 3ാമത്തേത് നമകം. നമകം എന്ന് പേരുണ്ട്. എന്തിനാ ഇതിന് നമകം എന്ന് പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് മുഴുവൻ നമസ്കാരമാണ്. കൊട്ടുമാഷ് വന്നതും നമസ്കാരം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നമകാണ്. അതായത് ഈ ഒരു അധ്യായത്തിന്റെ പ്രത്യേകത വളരെ വിലക്ഷണമാണ്. ഈ അധ്യായം വേദങ്ങളിൽ തന്നെ, വേദമന്ത്രങ്ങളിൽ തന്നെ, അതായത് വേദഗ്രന്ഥങ്ങളിൽ ഈ അധ്യായം വളരെ വിലക്ഷണമായി നിൽക്കുന്നു, വേറിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ചും യജുശാഖയില്, പ്രത്യേകിച്ചും തൈത്തിരീയ ശാഖയില് മാത്രമൊന്നുമല്ല, ശതപഥത്തിലായാലും യജുശാഖയില് യാഗത്തെ കുറിച്ചാണ് ധാരാളമായിട്ട് പറയുക. യാഗത്തില് ഉപയോഗിക്കേണ്ട മന്ത്രങ്ങള്, എങ്ങനെയാണ് ഈ മന്ത്രങ്ങൾ വിനിയോഗം ചെയ്യേണ്ടത്, യാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ദർശം, പൂർണ്ണമാസം തുടങ്ങിയിട്ടുള്ള ഇഷ്ടി എങ്ങനെ ചെയ്യണം പറഞ്ഞാൽ തുടങ്ങുന്നത്. രാജസൂയം, അശ്വമേധം തുടങ്ങിയിട്ടുള്ള യാഗങ്ങളൊക്കെ ചെയ്യാനുള്ള മന്ത്രങ്ങൾ. അപ്പൊ അതിന് മുഴുവൻ ഇതുപോലെ കർമ്മങ്ങളാണ് പറയുക. അനുമത്തേപുരോടാശമഷ്ടാകപാലം നിർഭവേത് വാജവ്യം ശ്വേതമാലഭേത ഭൂതികാമഹ. എല്ലായിടത്തും ഇങ്ങനെയാണ്. സാവിത്രാണി ജുഹോതി, എല്ലാം യജ്ഞങ്ങളാണ്. പക്ഷെ ഈ അധ്യായം മാത്രം യജ്ഞത്തെ കുറിച്ചൊന്നും പറയില്ല. അതിന്റെ സമന സ്വരൂപം നോക്കിയാൽ അതിൽ മുഴുവൻ നമഃ 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 എന്നുള്ള പദം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. നമസ്തേ രുദ്രമന്യവേ എന്നാണ് തുടങ്ങുന്നത്. അല്ലയോ രുദ്ര, അങ്ങയുടെ ഘോരമായ ആ ക്രോധത്തിന്, മന്യുവിന് നമസ്കാരം. ക്രോധവും മന്യുവും വ്യത്യാസമുണ്ട്. ക്രോധം എന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞു എക്സ്പ്രഷൻ, പേടിക്കണ്ട, അത് എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. മഞ്ഞു എന്ന് പറയുമ്പോൾ എക്സ്പ്ലോഡ് ചെയ്യാതെ അകത്ത് നിൽക്കുന്ന ഒരു സാധനമാണ് അത്. എന്താ എത്ര ശക്തി ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഈ രുദ്രന്റെ മഞ്ഞുവിന് നമസ്കാരം പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. എത്ര മുഴുവൻ നമസ്കാരങ്ങളാ. അതില് ആകെ 11 ഖണ്ഡങ്ങളാണ് ശതരുദ്രീയ മന്ത്രത്തിലുള്ളത്. അതില് തുടങ്ങുന്നത് നമസ്തേന്നാണ്. 2 മുതൽ 9 വരെയുള്ള ഖണ്ഡങ്ങൾ, അനുഭാഗങ്ങളിൽ മുഴുവൻ നമസ്ത, എല്ലാം നമസ്താണ്. ഓരോ വാക്യം എടുത്താലും ആ വാക്യത്തിൽ മുമ്പ് നമസ്കാരം പറയും, അവസാനം നമസ്കാരം പറയും. നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിശാഞ്ചപതയെ നമ. ഇങ്ങനെ
നമസ്സഹമാനായ നിവ്യാധിന ആവ്യാധിനീനാം പതയേ നമ. നമ കൊണ്ട് തുടങ്ങും, നമ കൊണ്ട് അവസാനിക്കുക. അങ്ങനെ 3 അനുഭാഗങ്ങൾ. പിന്നെ ചിലതൊക്കെ ഒരു സൈഡിൽ മാത്രം നമ ഉണ്ടാവും. നമോ ഭവായ ച രുദ്രായ ച, നമോ ജ്യേഷ്ഠായ ച കനിഷ്ഠായ ച. അപ്പൊ നമഃ 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 എന്നുള്ളതുണ്ട്. രുദ്രനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കലാണ്. വാസ്തവത്തില് വേദത്തില് നമസ്കാരം ദേവന്മാർക്ക് പറയാറില്ല. ചില സ്ഥലൊക്കെ നമോ ദേവേഭ്യ സ്വധാ പിതൃഭ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമസ്കാരം പിതൃക്കൾക്കാണ് പറയുക. ഇതം പിതൃഭ്യോ നമോ അസ്തു, അങ്ങനെയാണോ? പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാവാ ഈടേന്യാ പിതരോ നമസ്യാ ദേവായജ്ഞാ. മനുഷ്യന്മാരെ സോപ്പിടണം, അവരെ സ്തോത്രം ചെയ്യണം, അവരെ വാഴ്ത്തണം, നല്ലത് പറഞ്ഞ് സന്തോഷിപ്പിക്കണം. അവരെ കയ്യിലെടുക്കേണ്ട രീതി അതാണ്. പിതൃക്കളെയോ അവരെ നമസ്കരിക്കണം. പിതരോ നമസ്യാഹ. ദേവന്മാരെയോ യാഗം ചെയ്താണത്. യജ്ഞാഹ, യാഗത്തിലൂടെ സന്തോഷിപ്പിക്കേണ്ടവരാണ് അവര്. അപ്പൊ സാധാരണ ദേവന്മാർക്കൊക്കെ യാഗം ചെയ്യല. പക്ഷെ ഇവിടെ രുദ്രന്റെ ക്രോധത്തിന്, രുദ്രന്റെ ആയുധങ്ങൾക്ക്, അതുപോലെ രുദ്രനെ മുഴുവൻ ഈ ലോകമായിട്ട് ചരാചരമായിട്ട് കാണുകയാണ്. നായും നായാടിയും ഈ കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും മഹർഷിയും ഒഴുകുന്ന ജലവും പെയ്യുന്ന മഴയും മേഘവും വീശിയടിക്കുന്ന കാറ്റും കൊടുങ്കാറ്റും കാട്ടുതീയും എല്ലാം 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 രുദ്രനാണ്. ഇങ്ങനെയാണ് 2 മുതൽ 9 വരെയുള്ള അനുഭാഗങ്ങളില് വിശ്വരൂപമായിട്ട് കാണുകയാണ്. വിശ്വരൂപം എന്ന് പറഞ്ഞാൽ ലോകത്തിലെല്ലാം രുദ്രന്റെ അവയവങ്ങളാണ്, അല്ലെങ്കിൽ രുദ്രൻ തന്നെയാണ് ഈ ലോകം മുഴുവൻ. അങ്ങനെ നമസ്കരിക്കലാണ് മുഴുവൻ നമസ്കാരം. 10ാമത്തെ അനുഭാഗത്തിലാണെങ്കിൽ അഭയം ചോദിക്കലാണ്. ക്രുദ്ധനായിട്ടുള്ള ഭഗവാൻ പരമേശ്വരനോട് എന്നെ രക്ഷിക്കണം എന്ന് പറയാം. 11ാമത്തെ അനുഭാഗത്തിൽ വീണ്ടും നമസ്കാരമാണ്. എത്ര നമസ്കാരങ്ങളാ? മുഴുവൻ നമസ്കാരങ്ങളാ. അതുകൊണ്ട് ഈ നമസ്കാരങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് ഈ മന്ത്രത്തിന് നമകം എന്നൊരു പേരുണ്ട്. അപ്പൊ നമകവും അടുത്ത് വരുന്ന ചാപ്റ്ററിലുള്ള 7ാമത്തെ ചാപ്റ്ററിലുള്ള ചമകവും ചേർന്ന പ്രാസമുണ്ട്. നമകവും ചമകവും. എന്താ ചമകം എന്ന് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതില് ച മേ ച മേ ച മേ എന്ന് വീണ്ടും 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 ഈ പദങ്ങൾ വരും. ഏകാ ചമേ, തിസ്രഷ്ടമേ, പഞ്ചചമേ എന്ന് തുടങ്ങിയിട്ട് ചാമേ ധാരാളം വരും. എനിക്കത് കിട്ടണേ, എനിക്കിത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിൽ പറയുന്നത് എന്റെ യജ്ഞം കൊണ്ട് അതും കൂടി ഉണ്ടാവണം, എന്റെ യജ്ഞം കൊണ്ട് അതും കൂടി ഉണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കില്ല. പക്ഷെ എന്റെ യജ്ഞം കൊണ്ട്, യജ്ഞം എന്ന് വെച്ചാൽ ലോകക്ഷേമത്തിനായിട്ടുള്ള എന്റെ ദ്രവ്യത്യാഗം കൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടാവണം, ഇതൊക്കെ ഉണ്ടാവണം. എന്താണ്? യജ്ഞസാധനങ്ങളാണ് ചോദിക്കുന്നത്. യജ്ഞം ചെയ്യാനുള്ള സാധനങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം, ദേവന്മാരെ പൂജിക്കണം. അപ്പോ നമകവും ചമകവും. ഇനി ശതരുദ്രീയത്തിന്റെ ഒരു മാഹാത്മ്യം, ഒരു ടെക്സ്റ്റ് പരിചയപ്പെടുത്തുക. മാഹാത്മ്യം, അതിന്റെ എന്താണ് അതിന്റെ ഒരു വില അത് പറയുക, അതിന്റെ ഒരു ദാർശനികമായിട്ടുള്ള മുഖം പറയുക, അതിന്റെ ഭാഷ്യങ്ങളോ അതുപോലെ അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്, ഇതൊക്കെ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതില് അടുത്ത ദിവസം 23-ാം തീയതി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് ഈ ടെക്സ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അതൊരു മഹാമന്ത്രമാണെന്നുള്ള മന്ത്രത്തിന്റെ ഒരു എങ്ങനെയാണ് അതിനെ സംരക്ഷിക്കേണ്ടതെന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം എത്തും എന്നറിയില്ല. 9:35 ഇരിക്കട്ടെ. അപ്പോ ഇതിന്റെ ഒരു മഹാത്മ്യത്തെ വളരെ ചുരുക്കി പറയാണ്. വീണ്ടും അടുത്ത ദിവസം ഞാൻ അതിനെ പല സ്ഥലങ്ങളിലുള്ള കൊട്ടേഷൻ ഒക്കെ എടുത്തിട്ട് പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മഹാമന്ത്രമാണ്. അതെങ്ങനെ പറയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരാമർശങ്ങൾ, വാഴ്ത്തലുകൾ ഉണ്ട്. എവിടെ? യൂട്യൂബിലല്ല, പിന്നെയോ വേദങ്ങളിൽ തന്നെ, ബ്രാഹ്മണങ്ങളില്, സ്മൃതികളില്, പുരാണങ്ങളില്, മഹാഭാരതത്തില് എത്ര 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 എത്രയാ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, പഞ്ചാക്ഷരം എന്ന മഹാമന്ത്രം സംപുടം ചെയ്തിരിക്കുകയാണ് ഈ മഹാമന്ത്രം. പാര കഴിവാണ്, പാരമായിട്ടുള്ള ശക്തിയുള്ള ഒരു മഹാമന്ത്രമാണ്. വേദം
ഏകഗുണം ജപ്ത്വാ തദന്ഹൈവ വിശുദ്ധ്യതി രുദ്രൈകാദശിനീം ജപ്ത്വാ തക്ഷണാദേവ ശുദ്ധ്യതി. വേദം യാഗത്തിന് ഉപയോഗിക്കേണ്ടതാണെന്നൊക്കെ പറയും, പക്ഷെ വേദമന്ത്രം ചൊല്ലിയാൽ അത് ഫലം ഉണ്ടാവും. വേദമന്ത്രം ചൊല്ലണം എന്നൊക്കെ വേദത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ വേദമന്ത്രം കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക? വേദം ചൊല്ലിയാൽ ഒരു തവണ ഒരു വേദശാഖ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം കൊണ്ട്, ഒരു തവണ ചൊല്ലണമെങ്കിൽ ഒരു ദിവസം മതിയാവില്ല പല ശാഖയ്ക്കും. അപ്പൊ ആ ദിവസം കൊണ്ട് എല്ലാ പാപങ്ങളും കഴുകിപ്പോവും, മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും നീങ്ങി നിർമ്മല ചിത്തനാവും, നിർമ്മല സ്വാന്തനാവും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശതരുദ്രീയമാണോ ആണെങ്കിലോ അത് ആ ശതരുദ്രീയം ചൊല്ലണം എന്ന് വിചാരിച്ച് ചൊല്ലി തുടങ്ങുമ്പോഴേക്കും തക്ഷണാദേവ ശുദ്ധ്യതി രുദ്ര ഏകാദശിനീം ജപ്ത്വാ തക്ഷണാദേവ ശുദ്ധ്യതി ആണ്. അപ്പൊ തന്നെ അത്രയും ശക്തിയുള്ളതാണ്. എന്തിന് ശക്തി ചോദിച്ചാൽ അവിടെയും ശതരുദ്രീയം വേറിട്ട് നിൽക്കുന്നു, മറ്റ് വേദഭാഗങ്ങളിൽ നിന്നും വളരെയധികം വേറിട്ട് നിൽക്കുന്നു. എങ്ങനെ? വേദമന്ത്രങ്ങൾ സാധാരണ 3 സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുക. ഒന്ന്, യാഗത്തില് ചൊല്ലാൻ വേണ്ടിയിട്ടോ യാഗത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ യാഗസന്ദർഭത്തിൽ. അപ്പൊ കർമാംഗമായിട്ട് വേദങ്ങളുണ്ട്, ധാരാളം വേദമന്ത്രങ്ങളുണ്ട്, ഒരുപാടുണ്ട്. യജുസ്സിൽ പിന്നെ പറയേ വേണ്ട, അത് യാഗവേദമാണ്. മുഴുവൻ യാഗത്തിലുള്ള ഉപയോഗിക്കേണ്ട മന്ത്രങ്ങള് അതിന്റെ വ്യാഖ്യാനങ്ങള് ഒക്കെയാണ്. രണ്ടാമത്, ചില മന്ത്രങ്ങൾ ജപിക്കേണ്ടതാണ്, ഉപാസന ചെയ്യേണ്ടതാണ്. ഓമിത് യുഗീഥം ഉപാസീത ആരണ്യകം പറയുന്നു, അല്ലെങ്കിൽ ഉപനിഷത്ത് പറയുന്നു. ഉപനിഷത്തോ ആരണ്യകമായിട്ട് എടുക്കാം നമുക്ക്. ഉപാസനകൾ ധാരാളം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉപാസന എന്ന് വെച്ചാൽ തദേക ധ്യാനം ചെയ്യുക, ജപിക്കുക. അപ്പൊ ജപിക്കാൻ ചില മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില മന്ത്രങ്ങളോ അത് അറിവ് നേടാനാണ്. അദ്ഭുതമായിട്ടുള്ള ദർശനങ്ങൾ, ഉദാത്ത ഗംഭീരങ്ങളായിട്ടുള്ള ദർശനങ്ങൾ, ആശയങ്ങൾ മനോഹരമായിട്ടുള്ള കവിതയിൽ ചൊല്ലി വെച്ചിട്ടുള്ള ഉപനിഷത്ത് എന്ന ഉപനിഷത്തൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പിന്നെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു നൈരാശ്യമോ ഒരു നെഗറ്റിവിറ്റിയോ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. ശരിക്കും മനസ്സിലാവണം, വെറുതെ ചൊല്ലിയ പോരാ, അതിന്റെ അർത്ഥം മനസ്സിലായാൽ. അപ്പൊ 3 തരത്തില് ഉള്ള മന്ത്രങ്ങളാണ് കാണുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, കർമ്മത്തിന് ഉപയോഗിക്കുന്ന യാഗയജ്ഞാദി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ. മറ്റൊന്ന്, ഉപാസനയ്ക്കുള്ള മന്ത്രങ്ങൾ. 3, ഉപനിഷത്തുകൾ. ഈ ശതരുദ്രീയ മന്ത്രമാണെങ്കിൽ ഇത് 3ഉമാണ്. അതായത് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഉപയോഗിക്കുന്ന വാസ്തവത്തില് ചിതി ഹോമത്തിനാണ്. യാഗത്തില് ചയനം ഉണ്ടല്ലോ, നമ്മളെ ഗരുഡ ചയനം, ശേന ചയനം ഒക്കെ കണ്ടിട്ടുണ്ടാവും. മലയാളികൾക്ക് പറയും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ യാഗത്തില് പലതരം ഇഷ്ടകകൾ പടുത്തിട്ട് പല ആകൃതിയിലുള്ള ചിതികൾ ഉണ്ടാക്കും. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് ഗരുഡന്റെ ആകൃതിയിലുള്ള ചിതിയാണ്. അങ്ങനെ പല ആകൃതിയിലുള്ള ചിതികളുണ്ട്. ചിതി എന്ന് വെച്ചാൽ അടുക്കി വെച്ചത്, പ്ലാറ്റ്ഫോം, പൈൽഡ്, പൈൽ ചെയ്യപ്പെട്ടത്, ബ്രിക്സ് പൈൽഡ്, ഇഷ്ടകകൾ അടുക്കി വെച്ചത്. ഈ ഇഷ്ടകകൾ അടുക്കി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ഹോമം ചെയ്യണം. ആ ഹോമത്തിനുള്ള മന്ത്രമായിട്ടാണ് ഈ ശതരുദ്രീയ മന്ത്രം ചൊല്ലിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിഛിന്ന ധാരയായിട്ട് ഒരു ഹോമം ചെയ്യണം. അതാണ് ബസോർ ധാര എന്ന് പറയുന്നത്. അവിഛിന്ന ധാരയായിട്ട് ചെയ്യണം. ഇതൊക്കെ യാഗത്തിൽ. അപ്പൊ യാഗത്തിന് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ശതരുദ്രി. അപ്പൊ കർമാങ്കാണ്. നീയോ അത് ജപിച്ചാൽ ഉടനെ മോക്ഷം കിട്ടുന്ന പലതവണ ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികൾ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം പറഞ്ഞിട്ടുണ്ട്. എത്ര തവണയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ശ്രീരുദ്രം പ്രണവം ചെയ്വ നിത്യം ആവർത്തയേതി വിശ്വേശ്വര സ്മൃതി. അതായത് സന്യാസി എല്ലാ മന്ത്രങ്ങളും ഉപേക്ഷിക്കണം. അയാൾ എല്ലാം ഉപേക്ഷിച്ചവനാണ്. പക്ഷെ അയാള് ഉപേക്ഷിക്കരുതാത്ത 2 മന്ത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നിത്യം ചൊല്ലേണ്ടത്. ഒന്ന് പ്രണവം, 2 ശ്രീരുദ്രം. വിശ്വേശ്വര സ്മൃതിയാണ്. ഇപ്പൊ നടപ്പ് ഇങ്ങനെയാണോ എന്നൊന്നും ചോദിക്കരുത്. സ്മൃതിയിലുണ്ട്, പാരമ്പര്യത്തിലുണ്ട്. അപ്പൊ ഇത് ജപിച്ചാൽ സദ്യോ മോക്ഷം കിട്ടും എന്ന് പറയുന്ന ഒരുപാട്, അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. അടുത്ത ദിവസം ഇതുണ്ടെങ്കിൽ കാണിക്കല്ല. ഞാൻ ആ പാസേജുകളോ വേണമെങ്കിൽ ചൊല്ലിക്കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു നോക്കാം.
ഇനി മൂന്നാമത്തേത്, ഇതൊരു ഉപനിഷത്താണ്. ഭട്ടഭാസ്കരനൊക്കെ ഇതിനെ വിളിക്കുന്നത് രുദ്രോപനിഷത്ത് എന്നാണ്. ശ്രീരുദ്രം മന്ത്രം എന്നൊന്നുമല്ല, ശതരുദ്രി ഒന്നുമല്ല. പിന്നെ എന്താ വിളിക്കുന്നത്? രുദ്രോപനിഷത്ത് എന്നാണ്. അങ്ങനെയുണ്ടോ? എവിടെയാ അങ്ങനെ പറഞ്ഞിരിക്കണത്? നോക്കാം. എന്തെങ്കിലും ഒരു സാധനമെങ്കിലും പറയണ്ടേ അല്ലേ? അയംച ബ്രഹ്മവിദ്യാരൂപത്വാത് ഉപനിഷന്മന്ത്രരാശി പ്രശ്ന. ഭട്ടഭാസ്കരൻ എന്ന വേദഭാഷ്യകാരൻ പറയാണ്. സായനെ പോലെ, സായനേക്കാളും ഗംഭീരമായിട്ട് വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു, ശതരുദ്രിയ മന്ത്രത്തെ അല്ലെങ്കിൽ ശ്രീരുദ്രത്തെ അല്ലെങ്കിൽ നമകത്തെ അദ്ദേഹം എന്താ പറയുന്നത്? അയഞ്ച ബ്രഹ്മവിദ്യാരൂപത്വാത് ഉപനിഷന്മന്ത്രരാശി പ്രശ്ന. ഇത് ഉപനിഷത്താണ്, ബ്രഹ്മവിദ്യയാണ് പ്രതിപാദിക്കുന്നത്. ആണല്ലോ, ബ്രഹ്മവിദ്യയെ തന്നെയാണ് പ്രതിപാദിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് വ്യാഖ്യാനിക്കണം, വിശദീകരിക്കേണ്ടതുണ്ട്. വിശദീകരിക്കാൻ നോക്കാം. അതായത് നമസ്കാരം എന്നാണല്ലോ, തുടക്കത്തിൽ നമസ്കാരം, ഇടയ്ക്ക് എല്ലാം നമസ്കാരം, അവസാനം വരെ നമസ്കാരം. നമോ രുദ്രേഭ്യോ യേ പൃഥിവ്യാം യേ അന്തരിക്ഷേ യേ ദിവി എന്ന് പറഞ്ഞിട്ട് മുഴുവൻ നമസ്കാരം. എന്താ ഈ നമസ്കാരം എന്ന് വെച്ചാൽ? നമസ്കാരം എന്ന് വെച്ചാൽ ഈ രാജശാസനം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ, കേരളത്തിലും ചില സ്ഥലങ്ങളിലൊക്കെ, അടുത്ത കാലം വരെ രാജഭരണം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നടു വളഞ്ഞിട്ട് കുനിഞ്ഞു നിൽക്കും. അത് അവരുടെ സംസ്കാരത്തിൽ തന്നെ ഇപ്പോഴും നമ്മളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുനിഞ്ഞു നിന്ന് കളയും. കാരണം പഴയ രാജഭരണ കാലത്തുള്ള ഒരു സമ്പ്രദായമാണ് വളയുക, കുനിയുക എന്നുള്ളത്. ഇതാണോ നമസ്കാരം? അല്ലെങ്കിൽ പണ്ടൊക്കെ, ഇന്നൊക്കെ അത് എന്ത് തോന്നുന്നില്ല, മുതിർന്നവരെ കാണുമ്പോൾ, അധ്യാപകനെ കാണുമ്പോൾ, അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോ വിദ്യാർത്ഥികള് നമസ്കാരം പറയും. അപ്പൊ ഈ പറച്ചിലാണോ അല്ല കുനിയലാണോ? എന്താണ് ഈ നമസ്കാരം എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള ചില ചേഷ്ടകളാണ്. വാക്കുകൊണ്ട് പറയലും കുനിഞ്ഞു കാണിക്കലും കൈകൂപ്പലും ഒക്കെ. അകത്ത് ഞാൻ സബ്ഡ്യൂ ചെയ്യുന്നു, ഞാൻ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ഭാവം വരണം. അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എങ്ങനെയാ പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ചില മഹാമനുഷ്യന്മാരെ, മഹാത്മാക്കളെ കണ്ടാൽ മനസ്സിലാവും. അവർക്ക് വലിയ വേദമൊന്നും അറിയില്ല, ഉപനിഷത്ത് അറിയില്ല, ശതരുദ്രി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ള സാരം അവര് ജീവിക്കുന്നുണ്ട്, സാരം ജീവിച്ച് കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, അവര് എല്ലാറ്റിനോടും നമിക്കുന്നവരാണ്. എന്നുവെച്ചാൽ നമ്മള് പ്രകൃതിയുമായിട്ട് ഇണങ്ങുക, പ്രകൃതിയെ ജയിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാൻ എന്തുവാണെന്ന് ചോദിച്ചാൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക. നമുക്ക് അത് അറിയാത്ത ഒരു കൂട്ടരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. നമുക്ക് വിവേകമുണ്ട്, മറ്റ് മൃഗങ്ങളെക്കാളും വിവേകമുണ്ട്, വിചാരശീലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാറ്റിനെയും കൈയടക്കാനും കീഴടക്കാനുമുള്ള വല്ലാത്ത തത്രപ്പാടാണ്. എല്ലാം നമ്മളുടെ ചൊൽപ്പടിക്ക് വരണം എന്ന് പറഞ്ഞിട്ട്, എന്തിന്? നമ്മളുടെ കൂടെ ഉള്ള ആൾ തന്നെ, അയൽക്കാരൻ, അനിയൻ, അമ്മ, ഭർത്താവ്, ഇപ്പോഴാണെങ്കിൽ പറയും വേണ്ട. കാരണം വല്ലാത്തൊരു ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂല്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ പറഞ്ഞു വന്നത്, നമ്മൾ വഴങ്ങിക്കൊടുക്കുക. വഴങ്ങിക്കൊടുത്താൽ ജയിക്കാൻ പറ്റും. പ്രകൃതിയിലെ ഒരു രഹസ്യമാണ്. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ, നമ്മൾ വെറുക്കുന്ന ആളാണ്, അയാൾക്ക് തീരെ സ്നേഹം നമ്മൾ മുറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ വെറുപ്പ് ദ്വേഷം കൂടി വരുന്നല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ പ്രകൃതിയോട് സർവാത്മന ഇണങ്ങി അതിന് അനുകൂലമായിട്ട് നമ്മൾ നമിച്ച് താണു വണങ്ങി അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ശീലത്തെയാണ് എന്തെന്ന് പറയുന്നത്? നമസ്കാരം എന്ന് പറയുന്നത്. പ്രഹ്വീഭാവം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. ഇതാണ് സംഭവം. ഇത് വെറുതെ ചൊല്ലിയാ പോരാ. നമസ്തേരുദ്ര വന്യവേ എന്നൊക്കെ ചൊല്ലിയാ പോരാ, പിന്നെയോ അകത്തുണ്ട്. അതാണ് പറയുന്നത്. അതിന്റെ ആ മന്ത്രത്തിന്റെ അർത്ഥം അതാണ്. ഉപനിഷത്താണത്, രുദ്രോപനിഷത്ത് എന്നാണ് പറയാം. നമ്മൾ പലപ്പോഴും നമുക്ക് ഈ യൂട്യൂബ് ശരണന്മാരും ഈ ആധ്യാത്മിക പ്രഭാഷക ശരണന്മാരും ആവുമ്പോ, ആധ്യാത്മിക പ്രഭാഷകന്മാരെ ഞാനടക്കമുള്ളവര്, ഞാൻ പ്രഭാഷണത്തിന് അങ്ങനെ പോകാറില്ല, തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഇതൊരു ജോലിയാക്കിയവര് എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, അവര് വളരെ രസികനായിട്ട് നമ്മളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങൾ പറയാം. അത് വാസ്തവം പലപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാ ഞാനിപ്പോ ഇത് പറഞ്ഞു വന്നത്?
രുദ്രം എന്ന് പറഞ്ഞാൽ വളരെ കാഷ്വൽ ആയിട്ട് ഒരു സംഭവമാണ് എന്നൊക്കെ പറയും, നമുക്ക് പഠിക്കാം. അങ്ങനെയല്ല അത് രുദ്രോപനിഷത്താണ്. ഏതുപോലെ എന്തിനാ ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈത്തിരീയത്തിൽ തന്നെ ആരണ്യകത്തില് ഒന്നാമത്തെ പ്രശ്നം ആരുണം എന്ന് ചിലർ പറയും, മലയാളികൾ അങ്ങനെ പറയും തോന്നുന്നു. ആരണം പ്രശ്നം. ഇപ്പൊ ബ്രാഹ്മണൻ ചൊല്ലുന്നവർക്ക് കേരളത്തിൽ വളരെ കുറവാണ്, അതുകൊണ്ട് വ്യവഹാരം ഇല്ല. എങ്കിലും ആരണം പുറത്തൊക്കെ എങ്ങനെയാണ് ആരണം? ശരിക്കത് ആരുണ ചയന മന്ത്രം പറയുന്ന ഒരു അധ്യായമാണ്. അപ്പൊ ആരുണ മന്ത്രാണത്. അപ്പൊ ചയനമാണ് പറയുന്നത്. പക്ഷേ അത് ശ്രീവിദ്യ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഭട്ടഭാസ്കരനും സായനും ഒക്കെ എന്തായിട്ടാ വിളിക്കുന്നത്? അവര് തന്നെ വേദഭാഷ്യകാരന്മാര് തന്നെ അരുണോപനിഷത്ത് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഭട്ടഭാസ്കരൻ രുദ്രമന്ത്രത്തെ എന്താണ് വിളിക്കുന്നത്? രുദ്രോപനിഷത്ത്. അപ്പൊ ഇത് ജപിച്ചാൽ മോക്ഷം കിട്ടും. കർമാംഗത്വേന അത് മനസ്സിന് ശുദ്ധി തരും. അതുവഴി നമുക്ക് മോക്ഷം കിട്ടും. പിന്നെ അത് ഉപനിഷത്തും കൂടിയാണ്. അത് മനസ്സിലാക്കിയാൽ അതും മോക്ഷമാണ്. പരമസുഖമായിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞ് എല്ലാറ്റിനും കീഴടങ്ങി സന്തോഷമായിട്ട് എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് ജീവിക്കുന്നതിനെയാണ് വേദാന്തം എന്നൊക്കെ പറയുന്നത്, ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതാണത്. അപ്പൊ ഇങ്ങനെ 3 ഉണ്ടത്രേ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. ഞാനിതൊക്കെ അടുത്ത ദിവസം പറ്റുമെങ്കിൽ ചിലപ്പോൾ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോ പറയാൻ ഉദ്ദേശിച്ച കാര്യം തീർക്കണമല്ലോ. ടെക്സ്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തലും, എന്ന് വെച്ചാൽ ടെക്സ്റ്റിന്റെ ഒരു ഘടന, അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് പരിചയപ്പെടുത്തിയിട്ട് അതിന് എത്ര ഭാഷകളുണ്ട് അതൊക്കെ പറയണമെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഇന്ന് കുറച്ചുകൂടി എനിക്ക് ഊന്നൽ കൊടുക്കാനുള്ളത്, ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു എന്ന് മനസ്സിലാക്കരുത്. അതൊരു മഹാമന്ത്രാണെന്നുള്ളത് അതിലാണ് എനിക്ക് ഊന്നൽ കൊടുക്കാൻ തോന്നുന്നത്. നോക്കാം എന്തൊക്കെ പറയാൻ പറ്റും എന്നുള്ളത് ഞാൻ ഇപ്പൊ നോക്കാം. ആദ്യം ചെറിയ കാര്യം പറയാം, എന്നാ പിന്നെ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകും. ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗകര്യമാണ്. എന്താണ് ഈ ടെക്സ്റ്റ്? ക്ഷതരുദ്രീയ മന്ത്രം എങ്ങനെയുള്ളതാണ്, എത്ര അതിന്റെ വലിപ്പമുണ്ട് നോക്കിക്കഴിഞ്ഞാൽ, തൈത്തിരീയം എന്ന ചങ്ങതയില് സംഹിതയില് ഉള്ള മന്ത്രമാണ്. തൈത്തിരീയം എന്നുള്ളത് യജുർവേദത്തിന്റെ കൃഷ്ണ യജുർവേദത്തിന്റെ ഒരു ശാഖയാണ്. ശുക്ലമെന്നും കൃഷ്ണമെന്നും യജുർവേദത്തിന് 2 പിരിവുണ്ട്. അതില് കൃഷ്ണ യജുർവേദത്തിന്റെ ഒരു ശാഖയാണ് തൈത്തിരീയം. ഇന്നൊക്കെ കേരളത്തിൽ തൈത്തിരീയം തന്നെയാണ് നടക്കുന്നത്. ധാരാളം പേരുണ്ടെന്നും ചൊല്ലുന്നവര്, അസലായിട്ട് ചൊല്ലുന്നവരുണ്ട്, പുറത്തുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഈ തൈത്തിരീയ സംഹിതയില് വരുന്ന ഒരു മന്ത്രമാണ്. അപ്പൊ തൈത്തിരീയ സംഹിതയിൽ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. യജുർവേദത്തിലാണ്, തൈത്തിരീയത്തിലാണെന്നൊക്കെ പറയുമ്പോൾ യജുർവേദം ഏറ്റവും പ്രധാനപ്പെട്ട വേദമാണത്രേ. നമ്മൾ ഋഗ്വേദം അല്ല ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ സായനൻ പറയുന്നത് വേദങ്ങൾ യാഗത്തിന് വേണ്ടിയിട്ടുള്ളവയാണ്. യജുർവേദമാണ് യാഗത്തെ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ആധ്വർയവമായ വേദം എന്ന് വെച്ചാൽ യാഗത്തിലെ പ്രധാന ഋത്വിക്കുകൾ 4 പേരാണല്ലോ. അധ്വർയു, ബ്രഹ്മൻ, ഹോതൻ, ഉദ്ഗാതാവ്. ഈ അധ്വർയമാണ് യാഗം കൊണ്ടു നടത്തുന്ന ആള്. അത് മുഴുവൻ ഒരു സ്റ്റേജ് മാനേജർ പോലെ, സൂപ്രണ്ട് പോലെ മുഴുവൻ അയാളുടെ ശ്രദ്ധയിലൂടെ പോകണം. അപ്പൊ യാഗം മുഴുവൻ അറിയണം അയാൾക്ക്. അധ്വർയുന് അയാളുടെ കൺട്രോളിലാണ് എല്ലാം ഉള്ളത്. അധ്വരം യുനക്തി, യാഗത്തെ കൊണ്ടു നടത്തുന്നവൻ. അപ്പൊ ഈ വളരെ പ്രധാനപ്പെട്ട വേദത ആയതുകൊണ്ട് സായണാചാര്യര് ഋഗ്വേദത്തിനല്ല ആദ്യം ഭാഷ്യം ചെയ്തത്, യജുർവേദത്തിലാണ്. ആധ്വർയവസ്യ വേദസ്യ പ്രാധാന്യം വ്യാകൃത പുരാ യജുർവേദ അഥ ഹൗത്രാർത്ഥം ഋഗ്വേദോ വ്യാകരിഷ്യത്തെ എന്നാണ് ഋഗ്വേദത്തിന്റെ ഭാഷ്യം തുടങ്ങുമ്പോൾ പറഞ്ഞത് സായണൻ. എന്നുവെച്ചാൽ യാഗവേദം പ്രധാനമാണെന്നുള്ളത് കൊണ്ട്, ആധ്വർയവേദമാണെന്നുള്ളതുകൊണ്ട് യജുർവേദത്തിന് ഞാൻ ആദ്യം തന്നെ ഭാഷ്യം ചെയ്തു കഴിഞ്ഞു. ഇപ്പോ യാഗത്തിലെ ഹൗത്രം, ഹോതൻ എന്ന ഋത്വക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഋഗ്വേദത്തെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മന്ത്രം എന്താണ്? വേദമാണ് യജുർവേദം. അതില് തൈത്തിരീയ ശാഖയില് അത് 7 കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. തൈത്തിരീയ സംഹിതയെ, അതല്ലാതെ ബ്രാഹ്മണം എന്ന് പറയണ്ട കേട്ടോ, ഈ സംഹിതയെ 7 കാണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. വേറെ തരത്തിലും തിരിവുണ്ട്. പഴയ കാലത്തൊക്കെ അതിന് പ്രാജാപത്യം, സൗമ്യം, ആഗ്നേയം, വൈശ്വദേവം എന്ന് 4ആയിട്ട് തിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന രീതിയിൽ 7 കാണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതില് 4ാമത്തെ കാണ്ഡാണ്. 4ാമത്തെ കാണ്ഡത്തില് 7 അധ്യായങ്ങളുണ്ട്. അതില് 5ാമത്തെ അധ്യായമാണ്
ശതരുദ്രീയം അല്ലെങ്കിൽ രുദ്രമന്ത്രം, ശ്രീരുദ്രം എന്ന് പറയുന്നത്. ഇത് പഴയ രീതിക്ക് പ്രാജാപത്യം, സൗമ്യം, വൈശ്വദേവം, ആഗ്നേയം എന്ന് 4 കാണ്ഡങ്ങളായിട്ടാണ് തിരിക്കുക പഴയ രീതി. അപ്പൊ ഓരോ കാണ്ഡവും തുടങ്ങുമ്പോൾ ചില പൂജയും ഇതൊക്കെ ഉണ്ട്, ചടങ്ങുകളൊക്കെ ഉണ്ട്, അവസാനിക്കപ്പോഴുണ്ട്. അതിൽ അഗ്നികാണ്ഡത്തിലുള്ള മന്ത്രമാണ് മുമ്പ് പറഞ്ഞ പോലെ ഈ മന്ത്രം ചിതിഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. ഇതില് 11 ഖണ്ഡങ്ങളാണ് ഉള്ളത്. ചമകത്തിലുള്ള പോലെ തന്നെ ശ്രീരുദ്രത്തിലും ശതരുദ്രീയ മന്ത്രത്തിലും എത്ര ഖണ്ഡങ്ങളാണ്? 11 ഖണ്ഡങ്ങളാണ്. തുടങ്ങുന്നത് നമസ്തേ രുദ്രമന്യവേ ഉതോത ഇഷവേ നമ. രുദ്രന്റെ രുദ്ര അല്ലയോ രുദ്ര. ഒന്നാമത്തെ അനുഭാഗം ക്രുദ്ധനായ ഭഗവാനെ. എന്താ ക്രോധം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ദുഷ്ചെയ്തികൾ കാരണം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പെർട്ടർബ്ഡ് ആയിട്ടുള്ള നേച്ചർ അതാണ്. അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ, നമ്മളുടെ ക്ഷേമം, നമ്മുടെ ലൗകികമായ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ സുഖവും സന്തോഷവും സമാധാനവും നമ്മളുടെ ക്ഷേമവും മാത്രം ആഗ്രഹിക്കുന്ന അച്ഛൻ നമ്മൾ നേർവഴിക്ക് പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ വല്ലാതെ ക്ഷോഭിക്കും. അത് നമ്മളോട് ദേഷ്യം കൊണ്ടല്ല, പക്ഷെ ദേഷ്യമാണ്. എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് ദേഷ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള രുദ്രനെ പ്രസാദിപ്പിക്കലാണ്. 2 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൈശ്വരൂപ്യ ധ്യാനമാണ്. എന്ന് വെച്ചാൽ വിശ്വരൂപത്തില് പല ആശാരി, കൊല്ലൻ, കഴുത, പട്ടി, ആന, ആട്, പൂച്ച, പാമ്പ് എല്ലാം, വെള്ളം, ഒഴുകുന്ന വെള്ളം, കാറ്റ്, എല്ലാത്തിലും രുദ്രനെ കണ്ടുകൊണ്ട് രുദ്രനെ വിശ്വരൂപമായിട്ട് ധ്യാനം ചെയ്യുക. വിശ്വരൂപം എന്ന് വെച്ചാൽ പ്രപഞ്ചം ആയിട്ട് കണ്ട് നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക. 10ാമത്തെ അനുഭാഗം ദ്രാപേ അന്ധസസ്പത എന്നുള്ള തുടങ്ങുന്ന അനുഭാഗം അത് അഭയമാണ്. പരമേശ്വരനോട് അഭയം ചോദിക്കുക. 11ാമത്തെ അനുഭാഗം വീണ്ടും നമസ്കാരമാണ്. അപ്പൊ മുഴുവൻ നമസ്കാരാത്മകമായിട്ടുള്ള ഒരു മഹാമന്ത്രമാണ്. ഇതിന് വളരെ പ്രസിദ്ധമായിട്ട് 3 സംസ്കൃത ഭാഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സായണാചാര്യരുടെ ഭാഷ്യം. സായണാചാര്യര് 14ാം നൂറ്റാണ്ടിലാണ് ഭാഷ എഴുതിയത്. പലരുടെയും സഹായത്തോടു കൂടി അന്ന് കിട്ടാനുള്ള വേദശാഖകൾക്കെല്ലാം വലിയൊരു പ്രോജക്ട് പോലെ എടുത്തിട്ടാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവിന്റെ മന്ത്രിയായിരുന്നു, ആശ്രിതനായിരുന്നു. ഇവര് 3 സഹോദരന്മാരുണ്ടായിരുന്നു. അവര് ഒരുപാട് ക്ലേശിച്ചിട്ട് ഒരുപാട് പേരെ കൂട്ടി ഒന്നിച്ചേർത്തി വലിയൊരു പ്രോജക്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ വേദഭാഷ്യത്തിന്റെ ഭാഗമായിട്ട് ശതരുദ്രയത്തിന് ഭാഷ. അതുകൂടാതെ ഭട്ടഭാസ്കരൻ ശതരുദ്രയത്തിന് ഒരുപാട് ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ്യത്തില് പൊതുവെ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിന് ഒരു സായണനിൽ നിന്ന് എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യാകരണപരമായ കാര്യങ്ങൾ പറയും, ഒരുപാട് അർത്ഥങ്ങൾ പറയും ഒരേ വാക്കിന്. അതുകൂടാതെ ഈ ശതരുദ്രയത്തിന് അദ്ദേഹം ഒരുപാട് ഉടൻ ഫലം തരുന്ന ഒരുപാട് ക്രിയകൾ പറഞ്ഞിട്ടുണ്ട്. അഭിചാരം പോലെയുള്ള, അതായത് മഹാവ്യാധികൾ ഒരു രാത്രി കൊണ്ട് മാറും. രാത്രി ശതരുദ്രയ മന്ത്രം കൊണ്ട് ചില ക്രിയകളൊക്കെ പറഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നഷ്ടപ്പെട്ട രാജ്യം കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും, ആഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, ഇത് അതിശക്തമായിട്ടുള്ള മന്ത്രമാണ്. ഭട്ടഭാസ്കര ഭാഷ ഉണ്ട്. അതുകൂടാതെ അഭിനവശങ്കരൻ എന്നൊരു ആചാര്യന്റെ ഭാഷയും കൂടെ ഉണ്ട്. അത് കുറച്ച് ഉപനിഷത് പരമായിട്ട് ജ്ഞാനപരമായിട്ട് എഴുതിയ ഭാഷയാണ്. അതല്ലാതെ ഒരുപാട് ഭാഷകൾ ഇപ്പൊ ആധുനികമായിട്ടുള്ള ഭാഷകൾ ഇഷ്ടംപോലെ ഉണ്ട്. മലയാളത്തിലെ പ്രകാശാനന്ദ സ്വാമികളുടെ, രാമകൃഷ്ണാശ്രമത്തിലെ പ്രകാശാനന്ദ സ്വാമികളുടെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. അത് കൂടാതെയാണ് എൻ്റെ ഈ ഭാഷ്യം ശതരുദ്രീയം രാജലക്ഷ്മി എന്ന വ്യാഖ്യാനത്തോട് കൂടിയത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ച് ചിലതൊക്കെ സാധകന്മാർക്ക്, ഉപാസകന്മാർക്ക് സഹായകമാവുന്ന തരത്തിൽ ഓരോ മന്ത്രത്തിനും ഋഷി ഛന്ദസ് ധ്യാനം ഒക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ ഫലം പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം ലളിതമായി വിവരിച്ചുകൊണ്ട് ചെയ്ത ഒരു ഭാഷയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞാനിപ്പോ പറഞ്ഞു നിർത്തുന്നത്. 1 മണിക്കൂറായി. അതായത് ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ തന്നെ ഒരു 3/1 ഭാഗമായിട്ടുള്ളൂ. മതി. ഈ ഛാന്തോഗ്യോപനിഷത്തില് പറയും, ഏകേന നഖനികൃന്തനേന വിജ്ഞാതേന സർവം കാർഷ്ണായസം വിജ്ഞാതം ഭവതി
ഒരു നെയിൽ കട്ടർ അതെന്ത് എങ്ങനെയാ, എന്താ അതിന്റെ കോമ്പണന്റ്, എങ്ങനെയാ അത് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താ സാധനം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഏകേന നഖ നികൃന്തനേന വിജ്ഞാതേന സർവം കർഷ്ണായസം, കാലിരുമ്പ് കൊണ്ടുണ്ടാക്കിയ എല്ലാം അറിയും എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ സർവങ്കഷമായിട്ട് സർവതോമുഖമായിട്ട് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മുമ്പ് പറഞ്ഞ പോലെ എന്റെ പരിമിതി, നിങ്ങളുടെയൊക്കെ യോഗം അതനുസരിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ പാടില്ലല്ലോ മനുഷ്യനായാലും. നമുക്ക് എന്തോ പറ്റുക അത് ചെയ്യാം. അപ്പോ 58ആയി. ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്താണ്. അടുത്ത ദിവസം നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. പറ്റുമെങ്കിൽ അപ്പൊ ഈ 1 മിനിറ്റ് നിർത്തുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, അതായത് അടുത്ത ദിവസം ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരുന്നു, ഇന്ന തരത്തിൽ പറഞ്ഞാൽ നന്നായിരുന്നു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതും കൂടി ഉൾച്ചേർത്ത് ഞാൻ പറയാൻ ശ്രമിക്കാം. തൽക്കാലം ഇവിടെ നിർത്തട്ടെ. സമയം 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമൻ കാര്യേണ വാചാ മുഹുരപി മനസാ ത്വദ്ബല പ്രേരിതാത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയി അസാമർപ്പയാമി. ജാത്യാപീഹസ്വപാകഃ ജാത്യാപീഹസ്വപാകഃ ത്വയി നിഹിതമനഃ കർമ്മവാഗിന്ദ്രിയാർത്ഥ പ്രാണഃ വിശ്വം പുനീതേ നതോ വിമുഖമനാഃ ത്വത്പദാത് വിപ്രപര്യഃ. തൽക്കാലം എന്റെ വർത്തമാനം നിർത്തി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമസ്കാരം സാർ. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, സാർ പറഞ്ഞല്ലോ ഈ നമ്മള് വളരെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രാണ് ഇത്. പിന്നെ നമ്മൾ ജപിക്കുമ്പോൾ അന്ധകരണ ശുദ്ധി ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് സയന്റിഫിക്കലായിട്ട് അത് എങ്ങനെയാണ് നമുക്കത് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത്? ഈ ചോദ്യത്തിൽ 2 അംശങ്ങളാണുള്ളത്. രണ്ടിനെയും ഞാൻ പറയാം. അതായത് ഒന്ന്, ഇത് ജപിച്ചാൽ ഒരുപാട് കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതല്ലാതെ അദ്ദേഹം പറയുന്നത് ജപിച്ചാൽ ഒരുപാട് ഫലങ്ങൾ കിട്ടും എന്നുള്ളത് ഭട്ടഭാസ്കരനായിട്ടൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ മന്ത്രങ്ങൾക്ക് ഒരുപാട് പവർ ഉണ്ട് എന്നുള്ളത്. മറ്റൊന്ന്, ഇതിനെ സയന്റിഫിക് ആയിട്ട് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ആണ് ചോദ്യം. ഈ മന്ത്രങ്ങൾക്ക് ഫലം ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഞാനെല്ലാം മുമ്പുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് പറയുന്നതെന്ന് അടുത്തു പോയി അയാളുടെ മറ്റു വർത്തമാനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് ഈ പവർ ഉണ്ട് എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ദിവസം ഞാൻ പറ്റുമെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല, അത് ചെയ്യരുത്, അത് ആവശ്യമില്ല. കാരണം നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഹൈലി റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞു, നമസ്കാരം, ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുക, അത് ചിലരുണ്ട്, ചിലർ മനുഷ്യർക്ക് അത് കഴിയും എന്ന് പറഞ്ഞില്ലേ. പാരമ്പര്യത്തിൽ ചിലർ അങ്ങനെ ഉണ്ട്. ഞാൻ വൈദികരെ അല്ല ഉദ്ദേശിക്കുന്നത്, വലിയ വലിയ പണ്ഡിതന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരുപാട് വിവരമുള്ളവരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ വിവരമൊക്കെ ഇവരുടെ ശൈക്ഷണികവും മാനസികവുമായിട്ടുള്ള ഒരു തലത്തിലാണ്. ഈ തലത്തിലല്ല, അകത്ത് നമ്മളുടെ സത്ത തന്നെ, ആ സത്തയുടെ ലെവലിലാണ് ഇത് വരേണ്ടത്. അവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഇപ്പോ പലതവണ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും പറയാം. ഞാനും ചിലപ്പോൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടാവും. മഹാന്മാരുടെ അടുത്ത് പോയാൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു പുസ്തകം മുഴുവൻ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ട് പോയി അവരുടെ അടുത്ത് പോയി ഇരുന്നാൽ ശരിക്കും മഹാനാണെങ്കിൽ ഒരു ചോദ്യം പോലും നമുക്ക് ചോദിക്കേണ്ടി വരില്ല. അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും വെയിലത്ത് മഞ്ഞുരുകുന്ന പോലെ ഉരുകിപ്പോവും. ഇത് പല മഹാത്മാക്കളുടെ സന്നിധിയിലും പലരും സ്വാനുഭവമായി പറഞ്ഞിട്ടുണ്ട്. ഇത് സ്വാനുഭവമാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. ഇതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യമായ രീതിയും ഇന്നത്തെ കപട ആധ്യാത്മിക പ്രഭാഷകന്മാരുടെ രീതിയും കൂടിയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കപട ആധ്യാത്മിക പ്രഭാഷകന്മാർ എന്ന് വെച്ചാൽ അവര് യശസ്സിന് വേണ്ടിയിട്ടും ധനലാഭത്തിന് വേണ്ടിയിട്ടും ജനപ്രിയമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത് പറയും. ഇത് നമ്മളുടെ രീതിയല്ല. ഈ പറയുന്ന പ്രവചനം പോലും, ഞാൻ ചെയ്യുന്ന ഇവിടെ ചെയ്യുന്ന പ്രഭാഷണം പോലും
നമ്മുടെ പാരമ്പര്യത്തിന്റെ രീതിയല്ല. ഞാൻ വേണ്ട തരത്തിൽ ജീവിച്ചാൽ, ഞാൻ വേണ്ട തരത്തിൽ ഇതിനെയൊക്കെ, ഈ വേദമന്ത്രങ്ങളെയും വേദത്തെയൊക്കെ ഞാൻ വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ ഒരക്ഷരം ഉരിയാടാതെ അവർക്ക് എൻ്റെ പ്രഭാവം വരണം. ഇതാണ് നമ്മളുടെ രീതി. അല്ലാതെ സയന്റിഫിക് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ സമ്പ്രദായവുമാണ്, ആധുനികമായിട്ടുള്ള ആളുകളുടെ ഒരു സമ്പ്രദായമാണ്. അത് നമ്മളുടെ രീതിയേ അല്ല. ഇതെന്ന് പറയുമ്പോൾ ഉടനെ പഴയ കാലത്തിലേക്ക് പോവാണ്. ഒരു എന്താ ബ്രാഹ്മണ പൗരോഹിത്യ മേധാവിത്വത്തിന്റെ അവരുടെ കുത്തകയാണ്, അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ശരിക്ക് മഹാത്മാക്കളുടെ അടുത്ത് ഇടപഴകിയവർക്ക് മനസ്സിലാവും. ഈ മഹാത്മാവ് എന്ന് പറയുന്നത് പ്രസിദ്ധി കൊണ്ടല്ല, അവരുടെ ജീവന രീതി കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്ത് വന്നാലും ശരി സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട്, അവരുണ്ട്, ഇന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിൽ ഈ അവസ്ഥയിൽ ഞാൻ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ അവകാശപ്പെടുകയല്ല, എന്റെ സ്വാനുഭവമാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള സമയത്ത് അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് സയന്റിഫിക് എക്സ്പ്ലനേഷൻ, ലോജിക്, ഇറ്റ് ഈസ് ബിയോണ്ട്. നൈഷാ തർക്കേണ മതിരാപനേയ എന്ന് ഉപനിഷത്തുകൾ ഗർജിക്കുന്നു. ലോജിക് കൊണ്ടും റീസണിങ് കൊണ്ടും ബുദ്ധി കൊണ്ടും സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊണ്ടും മനസ്സിലാക്കേണ്ടതല്ല ഇത്. ഇത് അതായി തീർന്ന് ജീവിക്കേണ്ടതാണ് എന്ന് പേർക്കും പറയുന്നു. നമ്മുടെ പാരമ്പര്യം നമ്മളോട് പറയുന്നു. പക്ഷെ നമുക്ക് ഇത് കേൾക്കാൻ നേരമില്ല. നമുക്ക് വേറെ എന്തൊക്കെയോ പല ചൂട്ടുകളും പല എന്താ മിന്നിത്തിളങ്ങുന്ന സാധനങ്ങളും കണ്ടിട്ട് അതിന്റെ പിന്നാലെ ഓടുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കുറച്ച് കടന്നു കൈയായോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി നമുക്ക് എടുക്കാൻ പറ്റും, എടുക്കാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. സമയം നോക്കണമല്ലോ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എഴുതി അറിയിച്ചാലും അത് മാഷോട് ഞങ്ങൾ അറിയിക്കാം. അടുത്ത സെഷനിൽ അത് എടുക്കാം. എങ്ങനെയായാലും അങ്ങനെയാവാം. സൗകര്യം പോലെ എല്ലാവരും ചെയ്യുമല്ലോ. വേറെ ആരും കൈ ഉയർത്തിയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമല്ലോ അല്ലെ? നമുക്ക് അതാ ആരോ കൈ ഉയർത്തിയിട്ടുണ്ടല്ലോ. ഹിതേഷ് ചോദിച്ചോളൂ. ചോദിക്കുന്നുണ്ടോ ഹിതേഷ്? ലഘുന്യാസം ഈസ് നീഡഡ് ഓർ നോട്ട്? അതൊരു ചോദ്യമാണ്. അതായത് ഞാൻ ഇതിന് ശതരുദ്രീയ മന്ത്രം ജപിക്കാൻ വലിയ ന്യാസം വേണം, 6 അംഗങ്ങളുള്ള മഹാന്യാസം വേണം എന്ന് പറഞ്ഞിരുന്നു. അതിന് പകരം ലഘുന്യാസം എന്ന് ചൊല്ലാറുണ്ട്. ഈ ലഘുന്യാസം കൂടി അതിൽ പെടും. മഹാന്യാസം മുഴുവൻ ചൊല്ലാത്തവര് ലഘുന്യാസം ചൊല്ലും. അതും ഒരു ന്യാസാണ്. പല ന്യാസങ്ങളുള്ളതിൽ ഒന്നാണ്, 6 ന്യാസങ്ങളുള്ളതിൽ ഒന്നാണ്. അപ്പൊ ലഘുന്യാസം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാന്യാസം ചെയ്യുമ്പോൾ അതിൽ ലഘുന്യാസം വരും. ഒന്ന്, മറ്റൊന്ന് അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ലഘുന്യാസം തനിച്ചായാലും വേണം. ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അടുത്ത ഞായറാഴ്ച ഇതേപോലെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. മാഷ്ക്ക് പ്രത്യേകം നമസ്കാരം. 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 നമസ്കാരം.